നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തരായ വമ്പൻ കപ്പലുകൾ കടലിൽ ഇവരെ തടയാൻ ആർക്കും കഴിയില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾക്കും നിരീക്ഷണ സംവിധാനങ്ങൾക്കും മുന്നിൽ ഈ വമ്പൻ കപ്പലുകളെ പെട്ടെന്നൊറ്റി കൊടുക്കുന്ന ഒരു രഹസ്യ വില്ലൻ ഉണ്ടായിരുന്നു. കപ്പലിന്റെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന അതിശക്തമായ ആ ചൂട്. എന്നാൽ ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അതിശക്തമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വിദേശ സാങ്കേതിക വിദ്യകളെ പോലും പിന്നിലാക്കുന്ന ഒരു അദൃശ്യ കവചം ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു കഴിഞ്ഞു. കപ്പലുകളെ ആകാശത്തെ നിരീക്ഷണ കണ്ണുകളിൽ നിന്നും മിസൈലുകളിൽ നിന്നും പൂർണ്ണമായി മറച്ചു പിടിക്കുന്ന ആ മാസ് സാങ്കേതിക വിദ്യ എന്താണ്? DRDOയും BHELഉം ചേർന്ന് നടത്തിയ ആ വിപ്ലവം നമുക്ക് നോക്കാം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര കപ്പലുകളായ ഡിസ്ട്രോയറുകളിലും ഫ്രിഗേറ്റുകളിലും എന്തിനേറെ നമ്മുടെ വിമാനവാഹിനി കപ്പലുകളിൽ വരെ ഉപയോഗിക്കുന്നത് LM-2500 എന്ന ശക്തമായ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളാണ്. ഇവ കപ്പലുകൾക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള കരുത്ത് നൽകുമെങ്കിലും ഇതിൽ നിന്നും പുറത്തു വരുന്ന പുകയ്ക്ക് കടുത്ത ചൂടായിരിക്കും. ആധുനിക കാലത്തെ അത്യാധുനിക തെർമൽ സെൻസറുകൾക്കും ചൂട് തിരിച്ചറിഞ്ഞ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന മിസൈലുകൾക്കും ഈ പുക വലിയൊരു അടയാളമായി മാറാറുണ്ട്. അതായത് കടലിൽ എത്ര വലിയ കപ്പലാണെങ്കിലും ഈ ചൂട് കാരണം അത് പെട്ടെന്ന് തിരിച്ചറിയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന വലിയ വസ്തുതയാണ് പുറത്തേക്ക് എടുത്ത് കാണിക്കപ്പെടുന്നത്. നാവികസേനയുടെ സുരക്ഷയ്ക്ക് ഇതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഈ സുരക്ഷാ വെല്ലുവിളികളാണ് നമ്മുടെ DRDOയുടെ കീഴിലുള്ള ലബോറട്ടറി NSTL ഇപ്പോൾ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നത്. അവർ സംയുക്തമായി വികസിപ്പിച്ചെടുത്തതാണ് GTIRSS, ഗ്യാസ് ടർബൈൻ ഇൻഫ്രാറെഡ് സപ്രഷൻ സിസ്റ്റം. അതാണ് ആ സാങ്കേതിക വിദ്യയുടെ പേര്. ലളിതമായി പറഞ്ഞാൽ ഇതൊരു അത്യാധുനിക കൂളിംഗ് സംവിധാനമാണ്. എഞ്ചിനിൽ നിന്നും പുറത്തു വരുന്ന കടുത്ത ചൂടുള്ള പുകയെ അന്തരീക്ഷത്തിലെ തണുത്ത വായുവുമായി പ്രത്യേക അറകളിൽ വെച്ച് ഇത് കലർത്തുന്നു. അതിനു പുറമെ സമുദ്രജലത്തിന്റെ നേർത്ത തുള്ളികൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് ചൂട് പൂർണ്ണമായും കുറയ്ക്കുന്നു. ഇതോടെ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുകയുടെ താപനില സാധാരണ നിലയിലേക്ക് എത്തുന്നു. ഫലം എന്തെന്നാൽ ആകാശത്തു നിന്നോ ദൂരെ നിന്നോ നോക്കുന്ന അത്യാധുനിക തെർമൽ ക്യാമറകൾക്ക് ഈ കപ്പലുകളെ കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. നമ്മുടെ കപ്പലുകൾക്ക് കടലിൽ പൂർണ്ണമായി അദൃശ്യരായി മാറി സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ ഗുണവശമായി പറയേണ്ടത്. ഇവിടെയാണ് നമ്മൾ ഏറെ അഭിമാനിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്. മുൻപൊക്കെ ഇത്തരം അതിനൂതന സാങ്കേതിക വിദ്യകൾക്കായി നമ്മൾ വിദേശ രാജ്യങ്ങളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ കരുത്തിൽ ഈ സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത്. DRDO വികസിപ്പിച്ച ഈ സാങ്കേതിക വിദ്യ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ BHELന് കൈമാറിക്കഴിഞ്ഞു. ഇനി മുതൽ BHEL ആയിരിക്കും നമ്മുടെ കപ്പലുകൾക്കായി ഈ സംവിധാനം പൂർണ്ണമായി നിർമ്മിച്ചു നൽകുക. ഊർജ മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന BHEL ഇപ്പോൾ പ്രതിരോധ മേഖലയിലേക്ക് വൻ കുതിപ്പാണ് നടത്തുന്നത്. ഏകദേശം 32,350 കോടി രൂപയുടെ വിറ്റുവരവുമായി മികച്ച മുന്നേറ്റം നടത്തുന്ന BHELന്റെ സാന്നിധ്യം ഈ പദ്ധതിക്ക് വലിയ വേഗതയാണ് നൽകുന്നത്. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ച് സ്വന്തം കാലിൽ നിൽക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായി വേണം ഇതിനെ കണക്കാക്കാൻ. നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിൽ പ്രതിരോധ സുരക്ഷ ഉറപ്പാക്കുക എന്ന ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണത്. പുതിയ സ്റ്റെൽത്ത് അഥവാ അദൃശ്യ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതോടെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളുടെ സുരക്ഷയും പ്രതിരോധ ശേഷിയും പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിൽ പ്രതിരോധ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പുതിയ സ്റ്റെൽത്ത് അഥവാ അദൃശ്യ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയതോടെ ഇന്ത്യ നാവികസേനയുടെ കപ്പലുകളുടെ സുരക്ഷയും പ്രതിരോധ ശേഷിയും പല മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇന്ത്യൻ തീരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ നമ്മുടെ സേനയ്ക്ക് ഇത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു എന്ന വസ്തുതയും എടുത്തു തന്നെ പറയണം. സാങ്കേതിക വിദ്യകളിൽ വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്ന പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ. പുതിയ അത്യാധുനിക സംവിധാനങ്ങൾ സ്വന്തമായി നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന പുതിയ ഭാരതമാണ് നമ്മുടേത്. DRDOയും BHELഉം ഈ തകർപ്പൻ നേട്ടം കൈവരിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.